ശ്രീ പി വി അൻവർ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം സ്വാമി സന്ദീപാനന്ദഗിരിയുണ്ട്. അദ്ദേഹം നേരത്തെ പലതവണ ഉന്നയിച്ച വിഷയം പിന്നീട് ആരും ശ്രദ്ധിക്കാതിരിക്കുകയും പലപ്പോഴും പരിഹാസത്തിന് പാത്രമാവുകയും ചെയ്തൊരു സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇപ്പോൾ താങ്കളോട് നേരിട്ടൊരു നന്ദി പറയണമെന്ന് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം താങ്കളോട് സംസാരിക്കാൻ നിൽക്കുകയാണ്. ശ്രീ പി വി അൻവർ. നമസ്കാരം അൻവർ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും അങ്ങയോട് നമസ്കാരം, അങ്ങയോട് നന്ദി പറയുകയാണ് ഈ സമയത്ത്. കാരണം ഇത് ഒരുപാട് പേര് ആദ്യമൊക്കെ മീഡിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഇത് കൃത്യമായി അന്വേഷണത്തിന്റെ അവസാനം പിന്നീടുള്ള കാര്യങ്ങളൊന്നും മീഡിയ ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അങ്ങ് അതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നതിന് ജനശ്രദ്ധ, ജനങ്ങൾ കൂടുതൽ ഈ സത്യം ഇത് അറിയിച്ചതിന് അങ്ങയോട് പ്രത്യേകം നന്ദി പറയും. തീർച്ചയായിട്ടും നന്ദി എന്നോടല്ല, കേരളത്തിലെ ജനങ്ങളോടും എന്താ പറയുക, ഈ സംവിധാനത്തോടും കൂടി പറയേണ്ടതുണ്ട്. കാരണം കേരള പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് ഞാൻ ഇതുവരെ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സത്യസന്ധരായ പോലീസ് ഓഫീസർമാരും ഈ സേനയിൽ നന്നായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ശേഷി കാണിക്കുന്ന കേരളത്തിലെ ഒരു ഓഫീസർ മാത്രമല്ല, പല റിപ്പോർട്ടുകളും പലരും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പൂഴ്ത്തി വെക്കപ്പെട്ടതാണ്. അപ്പോൾ ആ പോലീസ് സേനയിലെ ആത്മവിശ്വാസവും എന്താ പറയുക സത്യസന്ധതയുമുള്ള ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാരെ കേരളത്തിലെ ജനം അഭിനന്ദിക്കേണ്ടതുണ്ട്, അവർക്ക് പിന്തുണ നൽകേണ്ടതുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വാമിയുടെ മുന്നിൽ വെച്ചിട്ട്. അതെ, അങ്ങ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അങ്ങയുടെ അന്വേഷണത്തിലേക്ക് വരണം നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ നമ്മുടെ വാഹനത്തിന് 2 വാഹനങ്ങളുടെ ഇൻഷുറൻസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ ഇൻഷുറൻസിൻ്റെ ഓഫീസറെ ഏതോ പോലീസ് ഓഫീസർ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത്, നിങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കാം, അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയേക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ആൾക്ക് അത് ആരാണ് എന്താണ് നമ്മളോട് അത് സീക്രട്ടായി ആ ഒരു രീതിയിലാണ് അത് ഇതാക്കിയിട്ടുള്ളത്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു ആ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. നമ്മൾ മനസ്സ് മടുത്തു പോയതാണ് ഇത്തരം ആളുകൾ ഇതിലുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇത്തരം ആളുകൾ പോലീസ് ഫോഴ്സിനോടല്ല, പക്ഷേ ഈ ഇത്തരം ആളുകൾ ഈ ഫോഴ്സിലുണ്ടല്ലോ എന്നുള്ളത്. അതെ അല്ല സ്വാമി, സ്വാഭാവികമായിട്ടും ഇൻഷുറൻസുള്ളൊരു വാഹനം കത്തിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പണം പോലും കിട്ടിയില്ല, ഈ രീതിയിലാണ് ഇൻഷുറൻസുകാരൻ പറഞ്ഞതെങ്കിൽ നിങ്ങളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് സ്വാമിക്ക് പോയി കാണാവുന്ന, എപ്പോഴും ആക്സസ് ചെയ്യാവുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹത്തിന് നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലാതെ അവിടുത്തെ സെക്രട്ടറിയെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നേരെ പോയി സി എമ്മിനെ കണ്ട് നിങ്ങളത് കൊടുക്കൂ. അതിനൊരു ഉടനടി സി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായി നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് സ്വാമി ഈ വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായി സ്വാമിയോട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് സ്വാമിക്ക് ചോദിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനല്ലാതെ നമുക്കൊരു വിശ്വാസമില്ല ഇവരെ നേരെയാക്കി എടുക്കാൻ. ഇപ്പം നേരെയാക്കിയാൽ നേരെയായി, അല്ലാതെ ഇനി ആർക്കും ഇതിനെ നേരെയാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊന്നും നമുക്കില്ല. അദ്ദേഹം തീരുമാനിച്ചാൽ അത് നേരെയാക്കും. നമുക്ക് നല്ലൊരു ഉത്തമ ബോധ്യമുണ്ട്, അതിൽ സംശയമില്ല. ശരി, ശ്രീ പി വി അൻവർ, ഇപ്പോൾ പി ശശിയുമായി ബന്ധപ്പെട്ട് ഇന്ന് താങ്കൾ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ. മുഖ്യമന്ത്രിയെ കാണുന്ന സമയം അല്പം കൂടി നീട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പുറത്തുവിട്ട തെളിവുകൾ അടക്കം മുഖ്യമന്ത്രിയെ കാണാൻ നാളെ പോകുമെന്നാണോ, അതോ ഇനിയും തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്നാണോ? കേട്ടില്ല. അല്ല, എനിക്ക് ഇനി അടിയന്തരമായി കാണേണ്ടത് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയും ഈ കേസിൻ്റെ SITയുടെ ഹെഡ് എന്ന നിലക്കും പോലീസിൻ്റെ സംസ്ഥാന ചീഫ് എന്ന നിലക്കും DGP ആണ്. ആ 2 പേരെയും നാളെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എൻ്റെ ഡ്രാഫ്റ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കാനുള്ള പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് പൂർത്തിയാവുന്നേ ഉള്ളൂ. അതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. അത് തീരുകയാണെങ്കിൽ നാളെ ഞാൻ പാർട്ടി സെക്രട്ടറിയെയും അതുപോലെ തന്നെ ഈ DGP എന്തായാലും നാളെ വരികയാണെങ്കിൽ ഞാൻ കാണും. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയെ കാണാൻ ഒരുപക്ഷെ ഒരു ദിവസം കൂടി എടുത്തേക്കാം.
ശ്രീ പി വി അൻവർ, ഇപ്പോൾ ADGP ഓണം അവധിക്ക് പോകുന്നു. ഓണം അവധിക്ക് ശേഷം അവധി നീട്ടാൻ ആവശ്യപ്പെടും. ഇതൊക്കെയായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്റെ അവധി റദ്ദാക്കുകയാണ്, തനിക്ക് അവധി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോവുകയാണ്. എന്താണെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? അപ്പം തെളിവ് നശിപ്പിക്കാൻ വേറെ ആരൊക്കെ ഏൽപ്പിച്ചു, അതിന് സംവിധാനം ഒരുക്കി. അതിനായിരുന്നല്ലോ ലീവ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിന് സംവിധാനം ഒരുക്കിയപ്പോൾ പിന്നെ ലീവ് വേണ്ട, അവിടെ തന്നെ ഇരുന്നിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഭയങ്കര കൂർമ്മ ബുദ്ധിക്കാരനല്ലേ സ്മൃതി, നല്ല കൂർമ്മ ബുദ്ധി ഉണ്ടല്ലോ, നല്ല ക്രിമിനൽ മൈൻഡ് ഉള്ളതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിനായിട്ടുള്ള ഉപദേശമൊന്നും ആവശ്യമില്ല. ഹി ക്യാൻ ഡു വാട്ട് എവർ ഹി വാണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? എത്ര ദിവസമായി താങ്കൾ തുടരെ തെളിവുകളും വിവരങ്ങളും പുറത്തേക്ക് വിടുന്നു? എന്തുകൊണ്ടാണ് വൈകുന്നത്? അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നിട്ട് അതിലേക്ക് വരാം. ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് കാരായി രാജൻ, IP ബിനു, ഈ കാരായി രാജൻ ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂരിൽ കിടക്കുന്ന UDF നേതൃത്വം നാട് കടത്തപ്പെട്ടൊരു വ്യക്തിയാണ്, വളരെ പ്രായമുള്ള വ്യക്തിയാണ്. കാരായി രാജൻ്റെ CDR പരിശോധിക്കാൻ പോലീസ് ആവശ്യപ്പെട്ട് CDR പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലെ ദുരുദ്ദേശം? എവിടെയെങ്കിലും ഒന്ന് കോർത്തിറക്കാൻ പറ്റിയാൽ കണ്ണൂർ പാർട്ടിയിലേക്ക് ഇത് പോകും. അപ്പോൾ പിന്നെ ജയരാജന്മാരെല്ലാവരും പ്രതി. ഈ ജയരാജന്മാരെല്ലാം ഈ ഗൂഢാലോചനയുടെ പിന്നിലുണ്ട്. അപ്പോൾ അത് മുഖ്യമന്ത്രി അറിയാതിരിക്കുമോ? എങ്ങോട്ടേക്കാണ് ഇവരിത് കൊണ്ടുപോയത്? IP ബിനു AKG സെൻറ്ററിന് 100 വാരാപ്പുറയാണ് സഖാവ് താമസിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ പാർട്ടിയുടെ ആക്റ്റീവായിട്ടുള്ള സഖാവാണ് IP ബിനു. ആ IP ബിനു കുടുങ്ങിയാൽ ഒന്ന് തോണ്ടിയിടാൻ കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത്. കാരായി രാജൻ്റെ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. കാരായി രാജനെ ഇതിൽ CDR പരിശോധിച്ചതിൽ നിന്നും വിവരമുള്ള സാധാ കോമൺ സെൻസുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാം. അത് കണ്ണൂരിലെ പാർട്ടി സഖാക്കളിൽ ഈ പറയുന്ന പ്രമുഖരായ നമ്മുടെ ഈ എന്താ പറയുക ജയരാജന്മാരിലേക്ക് എത്തിക്കുന്നു. ജയരാജന്മാരിൽ നിന്ന് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നു, പാർട്ടി സെക്രട്ടറിയിലേക്ക് എത്തിക്കുന്നു. ആ ദുരുദ്ദേശത്തിലല്ലേ കാരായി രാജൻ്റെ CDR എടുക്കുന്നത്? ഇതെന്തോ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഇങ്ങനെയാണ് പച്ചയായ കാര്യങ്ങൾ, ഈ രീതിയിലാണ് പോകുന്നത്. ഇതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാൻ പറയുന്നത്, ഇത് പരിശോധനാ വിധേയമാക്കണം. ഈ സംഘത്തിൻ്റെ ക്ലച്ചസിൽ നിന്നും ഈ സ്റ്റേറ്റിനെയും അതിലൂടെ ഈ പാർട്ടിയെ തകർക്കാനുള്ള അവരുടെ ഗൂഢാലോചനയും ഒരു കാല് UDFൽ, ഒരു കാല് എന്താ പറയുന്ന BJP RSSൽ, ഈ രണ്ട് തോടിയിൽ കാലിട്ടുകൊണ്ട് എങ്ങനെയൊക്കെ കാലുറപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും തളർത്താം, തകർക്കാം, ചീത്തപ്പേരുണ്ടാക്കാം. ഇതിൽ റിസർച്ച് നടത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ ഹെഡാണ് ഈ പറയുന്ന അജിത് കുമാർ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. ഈ അന്വേഷണ റിപ്പോർട്ട് ഈ DYSP കൊടുക്കുന്നത് 2023 5-ാം മാസമാണ്. ആർക്കാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആരാ? അജിത് കുമാർ അല്ലേ? അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഇത് വരില്ലേ? എന്നിട്ട് എന്തേ മുഖ്യമന്ത്രിയെ കാണാതിരുന്നത്? എന്തേ മുഖ്യമന്ത്രിയോട് സംസാരിക്കാതിരുന്നത്? അപ്പോൾ എവിടെയാണിത് പൂഴ്ത്തുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ കൊണ്ടുപോയി അവിടെ പൂഴ്ത്തുന്ന ഫയലാണോ ഇത്? ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഏറ്റവും വലിയ കേസാണിത്. സോളാർ പോലെ അങ്ങനെ എത്ര അനവധി കേസുകൾ ഇനിയും വരാൻ നിൽക്കുന്നു. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ പാർട്ടിയുടെ അടിത്തറ തകർക്കാൻ. അതാണ് എൻ്റെ വാദം. ഇത്രയും കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരുദ്ദേശത്തോടു കൂടിയുടെ ഇടപെടൽ എന്നതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതിലപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിന്റെ ഉത്തരവാദിത്തമില്ലേ? ഇത് പൂർണ്ണമായും P ശശിയിലേക്ക് മാത്രം ഊന്നാവുന്ന വിഷയമാണോ? അല്ല, ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ ഉത്തരവാദിത്ത നിർവഹണം നടത്തിയിട്ടില്ല. അതിൻ്റെ തെളിവല്ലേ ഈ കണ്ടു കാണപ്പെട്ടതൊക്കെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഈ പറയുന്ന പോലീസ് ലെവലുള്ള പരാതികൾ ആരദ്ദേഹത്തോട് പോയി പറഞ്ഞാലും അത് ശരിയാകും എന്ന് പറഞ്ഞ് പിരിച്ചു വിടുകയല്ലാതെ, അദ്ദേഹം നല്ല ഓഫീസറാണല്ലോ എന്ന് പിരിച്ചു വിടുകയല്ലാതെ അദ്ദേഹത്തിന് എങ്ങനെ ഇതെല്ലാം അറിവില്ലാതെ പോയി? അങ്ങനെ ഒരു അറിവില്ലാത്തവനെ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. ആ പരാതി ഞാൻ കൊടുക്കാൻ പോകുന്നത് പാർട്ടി പരിശോധിക്കട്ടെ. വരുന്ന വാർത്തകൾ അനുസരിച്ച് താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ മലപ്പുറത്തെ ഉദ്യോഗസ്ഥരെ ഒന്നാകെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിൽ തീരുമാനമായിരിക്കുന്നല്ലോ, അത് നടപ്പാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ഇനി വിട്ടുകളയുക എന്ന രൂപത്തിലേക്ക് പോവുകയാണ് എന്ന സൂചനകളുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്?
അല്ല, എനിക്ക് അങ്ങനെ ഒരു സൂചനയില്ല, അങ്ങനെ ഒരു വിശ്വാസവുമില്ല. അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ ഏറ്റവും പ്രമുഖ കണ്ണിയായ IPS സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഇവിടെ ഈ മലപ്പുറം ജില്ലയിലെ ഈ സുജിത് ദാസിൻ്റെ എന്താ പറയുക കരാള ഹസ്തങ്ങൾ ഈ ജില്ല വിട്ടുപോയിട്ടും ഇവിടുത്തെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തും ഇവിടെ MDMA കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്ന ഒരു സംഘത്തിലെ എല്ലാവരും എന്നല്ല പറയുന്നത്, ചില ആളുകളടക്കം ഒരു ജില്ലയിലെ മുഴുവൻ DSPമാരും മാറ്റപ്പെട്ടില്ലേ? അതൊരു ആക്ഷനല്ലേ? ഇപ്പോൾ അതിജീവിത പൊന്നാനിയിൽ നിങ്ങൾ എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന കേസ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് എന്താണ് അസിസ്റ്റൻ്റ് SP ആണ് ഡയറക്റ്റായിട്ട് അവരോട് മൊഴിയെടുത്തിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെ വഴിയിലേക്ക്, നിയമത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് നമ്മളൊന്ന് ക്ഷമിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, പൊതുവായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുക്കുന്ന ഒരു നടപടിയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുമ്പം അങ്ങനെയല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ശക്തമായ നടപടികൾ വരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു. അദ്ദേഹത്തിന് ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതോട് കൂടി ഇതിലും ശക്തമായ നടപടികൾ ഉണ്ടാകും. അതാണ് ഈ ഗവൺമെൻറ്, അതാണ് ഈ പാർട്ടി, അതാണ് മുഖ്യമന്ത്രി, അതാണ് പിണറായി വിജയൻ എന്നാണ് ഈ നിമിഷവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പരിധി വിട്ട ധൃതിയില്ല. ഇപ്പോൾ സെൻകുമാറിന്റെ കാര്യത്തിൽ എടുത്തതുപോലെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കേസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ RSS ADGP കൂടിക്കാഴ്ച എന്ന വിമർശനം ഉയരുന്നത്, ആരോപണം ഉയരുന്നത്. അങ്ങനെയല്ല എങ്കിൽ സെൻകുമാറിനെ വിമർശിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് വിമർശിക്കാമല്ലോ. ഇന്നലെ പാർട്ടി പരിപാടിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും ആ പ്രസംഗത്തിലുടനീളം ചരിത്രത്തിൽ RSSും കോൺഗ്രസും എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു, എങ്ങനെയാണ് മൃദു ഹിന്ദുത്വം കോൺഗ്രസ് നടപ്പാക്കിയത്, അതിലൊന്നും പുതുമയില്ലെന്ന്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതാണോ മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്? അല്ല, അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയായി, അത് അംഗീകരിച്ചു തരാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട CPMൻ്റെ ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട CPM പ്രവർത്തകരുടെ യോഗത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇന്ന് ഈ പാർട്ടിയെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി CPMുമായി ഒട്ടിച്ചേർക്കാൻ, RSSനെ ഒട്ടിച്ചേർക്കാനുള്ള വ്യഗ്രത ഇവിടുത്തെ ഒരുപാട് പത്രമാധ്യമങ്ങൾ നിരന്തരമായി കള്ളവാർത്ത കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംശയത്തിന് നിലയിൽ പാർട്ടിയെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലക്ക് പാർട്ടി പ്രവർത്തകർ സഖാക്കൾ അണിനിരക്കുന്ന ഒരു യോഗത്തിൽ അത് വിശദീകരിക്കപ്പെടാതെ പോകാൻ സാധിക്കുമോ? ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ല അവിടെ സൂചിപ്പിക്കപ്പെട്ടത്, അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് പൊളിറ്റിക്സാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം പൊളിറ്റിക്സ് പറഞ്ഞു. BJP RSS ബന്ധം എനിക്ക് തന്നെ എൻ്റെ അനുഭവമല്ലേ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 7,000 വോട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 19,000 തൊട്ട് 21,000 വോട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ. ഒറ്റക്കെട്ടായിട്ട് BJPക്ക് പോയി, കോൺഗ്രസ്സിന് പോയി BJP വോട്ട് ചെയ്തില്ലേ എന്നെ തോൽപ്പിക്കാൻ? ഇതൊക്കെ നേരിട്ട് അറിവുള്ള ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? RSS BJPയുമായി പാർട്ടിയുടെ ചില നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനല്ലേ? എത്രത്തോളം ത്യാഗം ഈ പാർട്ടി RSSനെതിരെ BJPക്കെതിരെ? അല്ല, സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന് ബന്ധമുണ്ടെങ്കിൽ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വൈകുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇന്നലത്തെ ദിവസം എന്നുള്ളത് CPI ജനറൽ സെക്രട്ടറി തന്നെ പരസ്യ പ്രതികരണത്തിലേക്ക് വന്ന ദിവസമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം എന്ത് എന്ന് ജനത്തിന് അറിയണം. ഞങ്ങൾ CPI സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരണം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് D രാജ പറഞ്ഞത്. മാത്രമല്ല CPIയുടെ പരസ്യ പ്രതികരണങ്ങൾ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഇത്രയും പ്രതികരണങ്ങൾ മുന്നണിയിൽ നിന്നുണ്ടാകുന്നു. താങ്കൾ ഭരണകക്ഷി MLA ആയിട്ട് താങ്കൾ തന്നെ ദിവസവും വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. എന്നിട്ടും എന്താണ് പരസ്യ പ്രതികരണം അദ്ദേഹം നടത്താത്തത്, ഒരു മറുപടി നൽകാത്തത്? അല്ല, ഞാനത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹം വിശ്വസിച്ചവരെ അങ്ങേയറ്റം വിശ്വസിക്കും. അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ കൃത്യമായ, ഞാനൊരു PV അൻവർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചിട്ട് ഒരു തീരുമാനം നടപടിയെടുക്കും ബഹുമാനപ്പെട്ട CM എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അത് ഉറപ്പ് വരുത്തുകയാണ്. ആ ഉറപ്പ് അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു നിമിഷം അതിന് കാത്തിരിക്കില്ല. അതാരായിരുന്നാലും ഈ ലോകം മുഴുവൻ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ അവനെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ പിണറായി ഈ രാഷ്ട്രീയം നിർത്തേണ്ടി വന്നാലും നാളെ എന്താ പറയുക തോക്കിനിരയാകേണ്ടി വന്നാലും അദ്ദേഹത്തിന് കീഴൊടുക്കുന്ന പ്രകൃതമല്ല ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയന്.
അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡിലേ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പം അതിലൊരു കൃത്യമായ തീരുമാനമുണ്ടാകും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ശരി, പി ശശിക്കെതിരെയും താങ്കൾ ശക്തമായ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പി ശശിക്കെതിരെയും താങ്കൾ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. താങ്കൾ ഇപ്പോൾ പറയുന്നത് ആദ്യം കാണുന്നത് പാർട്ടി സെക്രട്ടറിയാണ് എന്നാണ്. പി ശശിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും പരിശോധിക്കുന്നില്ല എന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമങ്ങളോട് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുമുള്ളതാണ്. ഇനിയിപ്പോൾ അതിന്മേൽ എന്താണ് പുതിയ നടപടിയായി പ്രതീക്ഷിക്കുന്നത്? താങ്കൾ എത്ര ശക്തമായ കാരണങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇല്ല, നിങ്ങളെ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. പി ശശിക്കെതിരെ ഒന്നും അന്വേഷിക്കുന്നില്ല എന്നല്ല ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പി ശശിക്കെതിരെ അൻവർ തന്ന പരാതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പി ശശിക്കെതിരെ അന്വേഷണമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അത് കളവ് പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ വന്നു. ഉടനെ തന്നെ ഞാൻ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും കൊടുത്ത എൻ്റെ പരാതിയുടെ കോപ്പി ഞാൻ അപ്പം തന്നെ പത്രക്കാർക്ക് കൊടുത്തു, വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തു. അത് ക്ലിയറാണ്. പിന്നെയും അതിനുശേഷം ഇന്ന് TP പത്രസമ്മേളനം ഒരു ഇൻട്രാക്ഷൻ കണ്ടു ഞാൻ 24-ൽ. അതിലും ചോദ്യം വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? അൻവർ എഴുതി തന്നിട്ടില്ല, എഴുതി തന്നാൽ എല്ലാം പരിശോധിക്കും, ഈ പാർട്ടിയുടെ സിസ്റ്റം അതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ പാർലമെൻറ്റ് പാർട്ടിയിലെ ഒരു മെമ്പർ കൂടിയാണല്ലോ. അപ്പോൾ ഞാനത് വ്യക്തമായി കൃത്യമായി എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കഴിഞ്ഞ 3 വർഷത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രവർത്തനവുമായി എനിക്ക് ബന്ധപ്പെട്ട അനുഭവങ്ങൾ, എന്നോട് പാർട്ടി പ്രവർത്തകർ നേരിട്ട് പറഞ്ഞ വിഷയങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പരാതി ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് പാർട്ടി ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടി ആവർത്തിച്ച് പറയുന്നത്. അത് കൊടുത്ത് ചർച്ച ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കും. അതിന് കാത്തു നിൽക്കണ്ടേ? അത്രേ ഈ കാര്യത്തിലുള്ളൂ. അപ്പോൾ ഇനി എഴുതി നൽകുന്ന പരാതി, അതിൽ പി ശശിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച വിഷയം തൊട്ട് നിരവധി കാര്യങ്ങൾ പി ശശിയെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു എഴുതി തയ്യാറാക്കിയ പരാതി, അതാണ് ഇനി അടുത്തതായി നൽകാൻ പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ബോധ്യങ്ങൾ, എൻ്റെ തോന്നലുകൾ, എൻ്റെ അറിവുകൾ, അദ്ദേഹവുമായി ഇൻട്രാക്ട്, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഞാൻ ശശിയേട്ട എന്ന് വിളിക്കുന്ന ആളെ ഇന്നും വിളിക്കും, നാളെയും വിളിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹണത്തിൽ അദ്ദേഹം പരാജയമാണ്. ഈ രീതിയിൽ പോലീസിനെ കൊണ്ടുപോയാൽ ഈ പാർട്ടിക്ക് അങ്ങേയറ്റത്തെ ക്ഷീണം ഇനിയും ഉണ്ടാകും. അത് പാർട്ടി പരിശോധിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അതിനപ്പുറം എനിക്ക് വേറൊരാവശ്യം അദ്ദേഹമായിട്ടില്ല. ഇന്നും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ പോലീസുമായി ബന്ധപ്പെട്ട നടപടികൾ, അത് ഈ സാധാരണ മനുഷ്യരായ ഈ സാധു ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഈ ഗവൺമെൻറ്റിനും ഈ പാർട്ടിക്കും ദോഷകരമായി ബാധിക്കുന്നു എന്ന് ഈ അങ്ങാടിയിൽ ഭക്ഷണം കഴിക്കുന്ന ഏത് മനുഷ്യനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാവും. ആ കാര്യമേ ഞാൻ പറയാൻ പോകുന്നുള്ളൂ, അതിനപ്പുറം വേറൊന്നുമില്ല. അത് ഔദ്യോഗികമായി പാർട്ടി പരിശോധിക്കട്ടെ, അത്രേ എൻ്റെ ആവശ്യമുള്ളൂ. ശ്രീ പി വി അൻവർ, 2022-ലാണല്ലോ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തുന്നത്. അതുവരെയും കാര്യങ്ങൾ വളരെ നന്നായി പോയെന്നും പി ശശി വന്ന ശേഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്നുമാണോ? 2022 മുതലാണോ ഈ RSSന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? അങ്ങനെയാണോ താങ്കളുടെ പരാതി? അല്ല, അങ്ങനെ അത് പറയാൻ കഴിയില്ല. പോലീസിൽ കുറേ കാലങ്ങളായിട്ട് ഈ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇത്ര മാത്രം ഇതൊരു അതിക്രമത്തിലേക്ക് നീങ്ങിയത് പെട്ടെന്ന് പി ശശി വന്നതിന് ശേഷം പോലീസിൽ RSS അനുഭാവികളുണ്ടായി എന്നുള്ള പരാതിയൊന്നും എനിക്ക് ശശിയേട്ടനെ കുറിച്ച് പറയാനില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ നല്ല രാഷ്ട്രീയ അറിവും തിരിവുമുള്ള ഒരു വ്യക്തി ആ പൊസിഷനിൽ വന്നിരിക്കുമ്പം മുമ്പുണ്ടായിരുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. ഇതിലേറെ സ്മൂത്തായിട്ട് എം വി ജയരാജ് സഖാവും രാകേഷ് സഖാവും ഒക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ നടന്നു പോയിട്ടുണ്ട്. അതിലേറെ നന്നാകും. അവരുടെ പരിചയക്കുറവായിരിക്കാം. ഇദ്ദേഹം വരുന്നതുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് നേരെ ഘടകവിരുദ്ധമായി ഈ RSS ലോബിയുടെ സാന്നിധ്യം മാത്രമല്ല, അവരുടെ പ്രവർത്തനം പോലും പോലീസിനെ നിയന്ത്രിക്കുന്നതിലേക്ക്, അവരുടെ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ പോലീസ് ഈ സംവിധാനം തകിടമറിയാണ് ഉണ്ടായത്. അവിടെയാണ് പ്രശ്നം. തീർച്ചയായും താങ്കളുടെ പോരാട്ടം തുടരുക ശ്രീ പി വി അൻവർ. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്
പാർട്ടി സെക്രട്ടറിയെ പിന്നീട് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പി ശശിക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എഴുതി തയ്യാറാക്കിയ പരാതി തന്നെ നൽകും എന്നുള്ളതാണ് അൻവർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളും ആരോപണങ്ങൾ കൂടി കൂടുതൽ ശക്തമായി ഇന്ന് അദ്ദേഹം ഉന്നയിക്കുന്നു. അതും പി ശശിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ADGP MR അജിത് കുമാറിലേക്ക് തന്നെയാണ് നീളുന്നത്. വളരെ നന്ദി ശ്രീ PV അൻവർ, ഒപ്പം തന്നെ സ്വാമി സന്ദീപാനന്ദഗിരി.